മരണത്തോളം മാനവകുലത്തിന്റെ വിമോചനത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കുകയും മരിച്ചിട്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതായ യേശുവിനെയാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു മതപ്രഭാഷണമല്ല, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുവാനുള്ള ഒരു പ്രസംഗവുമല്ല, മറിച്ച് മാർഗമായിരുന്ന, വഴിയായിരുന്ന, വഴിയും സത്യവും ജീവനുമായിരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. യേശു ഒരു മതസ്ഥാപകനല്ല, യേശു ഒരു മാർഗമാണ്, വഴിയാണ്. യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടുമില്ല, മറിച്ച് നിരാശയിലിരിക്കുന്നവർക്ക് പ്രത്യാശ കൊടുക്കുകയും ബലഹീനരെ താങ്ങുകയും മനുഷ്യ ജീവിതത്തിൽ നിരാശയും ദുഃഖവും ഏറിക്കൊണ്ട് മുൻപോട്ട് കഴിച്ചു പോകുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസവും തരുന്ന ആശ്വാസത്തിന്റെ ഉറവിടമായ കർത്താവിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ ചെറിയൊരു ബാനർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിലെഴുതിയിരിക്കുന്ന ഒരു ആപ്തവാക്യം ഇങ്ങനെയാണ്: തകരുന്ന തലമുറയെ മോചനം എവിടെ? ഇന്ന് നമ്മുടെ തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മോചനത്തിനു വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മോക്ഷപ്രാപ്തി പ്രാപിപ്പാൻ വേണ്ടി മനുഷ്യൻ വളരെയധികം സാമ്പത്തികങ്ങൾ ചിലവഴിച്ചിട്ട് തീർത്ഥാടനങ്ങളും പദയാത്രകളും കർമ്മമാർഗങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ മനുഷ്യൻ കഴിച്ചുകൂട്ടുന്നെങ്കിലും മനുഷ്യന് വേണ്ടത്തതായ സ്വസ്ഥതയോ സമാധാനമോ സന്തോഷമോ പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയുടെ നീർച്ചയിൽ വീണ്ടും മനുഷ്യൻ വീണു കിടക്കുകയും അഗാധമായ ഗർത്തത്തിൽ അകപ്പെട്ടു പോയിട്ട് കരകയറുവാൻ കഴിയാതെ നിലവിളിയോടുകൂടെ കയറുന്ന മനുഷ്യൻ എങ്ങനെ മോക്ഷത്തിന് വേണ്ടി എവിടെ ചെന്നാൽ പാപത്തിന്റെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും? എങ്ങനെ ജീവിതത്തിൽ അല്പം സന്തോഷം പ്രാപിക്കുവാൻ കഴിയും? എങ്ങനെ ജീവിതത്തിൽ